എന്റെ അണ്ണൻ മരണാവസ്ഥയിൽ പറഞ്ഞ കാര്യം ഒരു മൊബൈലില്ലെങ്കിലും എന്റെ മക്കളെ പിടിച്ചു വച്ചിരുന്നെങ്കിലും ഇന്ന് ഇത്രയും മക്കൾക്ക് കഷ്ടത വരില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരി തങ്കമ്മയ്ക്ക് പറയാനുണ്ട് നിരവധി കാര്യങ്ങൾ. ഈ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയവും ഇല്ല, ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല. എന്റെ അണ്ണൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് മക്കള് അംഗീകരിച്ചും ഇന്ന് മുൻപോട്ട് പോകുന്നത്. അതാണ് സത്യം. ഇതിൽ ഒരു ദുരൂഹതയും ഇല്ല. ഇല്ല, ഒരു ദുരൂഹതയും ഇല്ല. ഞങ്ങൾക്ക് പോലും എന്റെ അണ്ണൻ മരിച്ചതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആരടുത്തും ഒരു വാക്ക് പറയാത്തത് കൊണ്ടുള്ള വിഷമം ഞങ്ങൾക്ക് ഇന്നുണ്ട്, അത്രേ ഉള്ളൂ. ഗോപൻ സ്വാമി സമാധിയാവുമെന്ന് നേരത്തെ നിങ്ങൾ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടായിരുന്നു? എന്റെ കൂടെയൊന്നും ഞങ്ങളുടെ അടുത്തൊന്നും അങ്ങനെയൊന്നും അറിയിച്ചിട്ടില്ല. കൊച്ചുകാലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണ്ണന്റെ കുട്ടിക്കാലത്ത്. കാരണം നമ്മൾ കളിച്ചു വിളയാടുന്ന സമയത്തൊക്കെ എന്റെ അച്ഛന്റെ അച്ഛൻ മരുത്തുവമലയിൽ സ്വാമിയായി സമാധിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ട് എന്റെ അച്ഛൻ അണ്ണന്റെ കൂടി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അണ്ണൻ ഒരാഗ്രഹം, അപ്പോഴേ ഒരാഗ്രഹം. അങ്ങനത്തെ ഒരു രീതിയിലാണ് എന്റെ അണ്ണൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി കോവിലിൽ പോവുകയും ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ശിവഭഗവാൻ. ഗോപൻ സ്വാമി സമാധിയാവുമെന്ന് കാണിച്ച് 30 വർഷം മുമ്പേ തീർത്ത കല്ലറയാണ് ഈ കല്ലറ. അതെ അതെ, 30 വർഷമായ കല്ലറയാണ് ആ കിടന്ന കല്ലറ. അപ്പോഴും മനസ്സിൽ ആ ആഗ്രഹം കൂടി കൊണ്ടത് കൊണ്ടാണ് ആ കല്ലറ അവിടെ വരാനും സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ അണ്ണ എന്നൊരു കാലമായാലും അവിടെ തന്നെ സമാധിയാവും. ഈ സമാധിയെ കുറിച്ച് ബാക്കി നാട്ടുകാർ പറയുന്നതിൽ ഒരു വിശ്വാസവും സ്വന്തം സഹോദരിയായ നിങ്ങൾക്കില്ല? എനിക്കില്ല. എന്റെ അണ്ണന്റെ ദുരൂഹത എന്ന് പറയാനേ എനിക്ക് പറ്റില്ല. അത്ര വിശ്വാസമാണ് എന്റെ അണ്ണന്റെ മക്കള് എനിക്കും എന്റെ അണ്ണനെ. അല്ലാതെ ഒരു സംശയത്തിനും ഇതിന് കാരണമില്ല. അത് സത്യമായ കാര്യമാണ്. എന്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ പറയാണ്. എന്റെ കൂടപ്പിറപ്പ് ആയതുകൊണ്ടല്ല പറയണത്. അണ്ണൻ ജനിച്ച അന്ന് തൊട്ടും ഞാനും വളർന്ന അന്ന് തൊട്ടും എന്റെ അണ്ണന്റെ സ്വഭാവം അമ്പലമേ എന്ന് പറഞ്ഞ് കഴിയുന്ന ഒരണ്ണനാണ്. അങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് 35 കൊല്ലത്തിന് ആയതിനു ശേഷം അവര് വെജിറ്റേറിയൻ മാത്രമാണ് കഴിക്കാറുള്ളത്. മത്സ്യം മാംസവും ഒന്നുമില്ല. 4 വർഷമായി ഗോപൻ സ്വാമിയുമായി പിണങ്ങിക്കഴിയുകയാണെങ്കിലും ഗോപൻ സ്വാമിയെ കുറിച്ച് പറയുവാൻ നല്ല വാക്കുകൾ മാത്രമേ തങ്കമ്മ ചേച്ചിക്കുള്ളൂ. പിണക്കമായിട്ട് ഞങ്ങൾക്കില്ല, വരവില്ല. അണ്ണ എന്തോ പിന്നെ ഞാൻ എന്തെന്ന് അറിയാൻ പാടില്ല, വരയില്ല, ഞാനും പോകില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ പറഞ്ഞ സംസാരമോ ഒന്നുമേ ഞങ്ങളുടെ ഇടയിലില്ല. 4 വർഷമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടത് എന്റെ അണ്ണൻ മരിച്ച പോസ്റ്റർ ഒട്ടിച്ച് TV വഴിയാണ് ഞാൻ എന്റെ അണ്ണന്റെ മുഖം കണ്ടത്. എന്നിട്ട് ഇപ്പൊ വീട്ടിൽ പോയിരുന്നു? ഞാൻ പോയില്ല. എന്തുകൊണ്ട് പോവാത്ത? പോണം, എനിക്ക് BP ഒക്കെ ഉണ്ട്. വിഷമം വരുമ്പോഴത്തേക്ക് എനിക്ക് തലചുറ്റും കണ്ണിൽ ഇരുട്ടൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. എന്റെ അണ്ണനെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു മനസ്സിന് വിഷമം. എങ്കിലും എന്റെ അണ്ണൻ സത്യമായിട്ട് ഇത് പറഞ്ഞതുപോലെ സംഭവിച്ചല്ലോ എന്നുള്ള മനസ്സിന് എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പൊ ഒന്നും അറിയാത്ത എന്റെ അണ്ണന്റെ മക്കളാണ് ഈ ദുരൂഹ കഥയിൽ വേദനിച്ച് കഴിയുന്നത്. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇത് സത്യമായ കാര്യമാണ്. എന്റെ അണ്ണന്റെ മക്കളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് അത്രേ പറയാനുള്ളൂ. ചെറുപ്പകാലം മുതൽ ഗോപൻ സ്വാമി സമാധിയാകുമെന്ന് കുടുംബക്കാരോട് പലതവണ പറഞ്ഞിട്ടുള്ളതായാണ് ചേച്ചി പറയുന്നത്. എന്റെ മൂത്ത ചേച്ചിക്കും അറിയാം. അവരെ കൂടി വന്നു ചേർന്ന മരുമോനും അറിയാം. മരുമോനും ഒരു മേശരിയാണ്. അവനും കൂടിയൊക്കെ ചേർന്ന് തന്നെ കല്ലറ കെട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായി അറിയാം. എന്റെ അണ്ണന്റെ മക്കൾ നല്ല പരിശുദ്ധയായ എന്റെ അണ്ണന്റെ മക്കളാണ്. 2 പയ്യന്മാര്. അവര് നല്ല കുടുംബമായിട്ട് ജീവിക്കുന്ന, സ്നേഹമായി ജീവിക്കുന്ന, അച്ഛനും അമ്മയും ഭാര്യയും ഒരുമിച്ച് സ്നേഹമായി ജീവിക്കുന്ന ഒരു കുടുംബമാണത്. പക്ഷെ ആരാണ് ഇതിൽ പിന്നിലെന്ന് നമുക്കറിയില്ല. ഭക്തിസാന്ദ്രമായിട്ടാണ് അവരുടെ ജീവിതം. ഇറച്ചിയോ മീനോ അങ്ങനെ യാതൊന്നും ഇല്ലാതെ ശിവക്ഷേത്രമൊന്നും പറഞ്ഞ് പൂജിച്ചാണ് അവരിന്നും ജീവിക്കുന്നത്. അല്ലാതെ വേറെ അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇന്ന് വരെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കുടുംബമേ ഹിന്ദുക്കളാണ്. കുട്ടിക്കാലം എന്റെ അച്ഛന്റെ കുടുംബമേ ഹിന്ദുവാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ ഇന്നും ജീവിക്കുന്നത്. നിങ്ങൾ എത്ര സഹോദരങ്ങളാണ്? ഞങ്ങൾ 4 പേര്, 2 ആണും 2 പെണ്ണും. ഇപ്പൊ 2 സഹോദരൻ. എന്റെ അണ്ണൻ മരിച്ചതുകൂടി 2 ആണുങ്ങളും മരിച്ചു. ഇനി 2 ചേച്ചി, ഞാനും ഉണ്ട്, എന്റെ ചേച്ചിയും ഉണ്ട്. അവരുടെ മക്കളും ഭർത്താവും ഒക്കെ ഉള്ളു. ഈ കുടുംബസമേതം എല്ലാവരും ഭക്തരാണല്ലേ? എല്ലാരും ഭക്തരാണ്. അവര് ആ വീട്ടിൽ 4 പേരുണ്ടെങ്കിലും
4 പേരും ഇറച്ചിയോ മുട്ടയോ മീനോ ഒന്നും കഴിക്കാറില്ല. 10-35 കൊല്ലമായി ഇതെല്ലാം മാറ്റി ഉപേക്ഷിച്ചിട്ട്. അതിനുശേഷമാണ് ശിവക്ഷേത്ര അമ്പലം വെച്ചത്. അതോടുകൂടി അവരെല്ലാരും ഭക്തരാണ്. ഈ ശിവക്ഷേത്രത്തിലെ ദർശനത്തിന് നിങ്ങൾ പോകാറുണ്ട്? പോവും. 4 കൊല്ലം കൊണ്ട് പോവാതിരിക്കല്ലേ ഉള്ളൂ. അതെന്ത് പോവാത്തതിന്റെ കാരണം? പോവാത്തത് എനിക്കൊരു മനസ്സിനൊരു വിഷമം. എന്റെ ചേട്ടൻ മരിച്ചിട്ട് ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവളാണ്. ഒരു വീട്ടിൽ ഞാൻ തനിച്ചാണ് കിടക്കുന്നത്. എന്റെ അണ്ണ ഒരു ഫോൺകോള് പോലും എന്നെ ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു വേദനയിലാണ് ഞാൻ മരുത്തുവമലയിലൊക്കെ ചേട്ടൻ തപസ്സിരിക്കാൻ പോവായിരുന്നു. ഒരാഴ്ചയൊക്കെ അവിടെ തങ്ങിയിട്ടാണ് വരണം. അതല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ അണ്ണൻ വീട്ടിൽ നിന്നും മരമെല്ലാം മുറിച്ച് പറക്കി അറുത്ത് പറക്കി ലാറിയിൽ കയറ്റിയാണ് മരുത്തുവമലയിൽ കൊണ്ടുപോയത്. ഒരുപാട് സ്വാമിമാരുണ്ട്. ഈ സ്വാമികൾക്ക് സുഖമായിട്ട് കിടക്കാനും ഈ പോകുന്നവർക്കെല്ലാം അവിടെ തങ്ങാനുള്ള സൗകര്യം വരെ എന്റെ അണ്ണ ഒരുക്കിയിട്ടുണ്ട്. അവൻ നല്ലവനല്ലേ? അവന്റെ മനസ്സിൽ വേറെ വല്ലതും ഉണ്ടോ ദുരോഗത? അവന്റെ മക്കൾക്കും അതേപോലെ തന്നെ ഒരു ദുരോഗതയും ഇല്ല, ഒരു ഇതും ഇല്ല. അവര് 100 രൂപ കിട്ടിയാലും അച്ഛനും മക്കളും ഒരുമിച്ച് സന്തോഷപ്പെട്ടാണ് അവരവിടെ കഴിയുന്നത്. ഒരു പ്രശ്നവുമില്ല. ഭാര്യയാണെന്നുള്ള തങ്കപ്പെട്ട പെണ്ണാണ് അവള്. ഭർത്താവ് എന്ന് പറഞ്ഞാ ഉയർന്ന കളയനവളാണ് സുലോചന. അതാണ് അവരുടെ കുടുംബ ജീവിതം ഇത്രയും രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവളാണ് സ്ത്രീ. രാജകുമാരിയെ പോലെ ഒരു പെണ്ണ് അവള്. അതിലുള്ള 2 മക്കളും ആ സ്വഭാവത്തിൽ തന്നെ വളർന്ന എനിക്കെല്ലാം അറിയാം. വ്യക്തിപരമായിട്ടാണ് അവരുടെ ജീവിതം. അതെ. അത് അവരുടെയൊക്കെ ചോദിച്ചാ പറഞ്ഞു തരും. ഈ ഭക്തി കാര്യങ്ങളെല്ലാം നാട്ടുകാരും പറയും. അവർക്ക് ഈ ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും 35 കൊല്ലം കൊണ്ട് അവരെ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ശിവക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയത്. ചെറുപ്പകാലം മുതൽ ഇദ്ദേഹം ഭക്തിയുടെ മാർഗത്തിൽ തന്നെയാണ്. അപ്പോഴും മീനൊക്കെ കഴിക്കുമായിരുന്നു. ഈ വിവാഹം കഴിഞ്ഞ് 2 മക്കളൊക്കെ ആയതിനു ശേഷം പിന്നെ മീനെ ഉപയോഗിക്കാറില്ല. ആദ്യം ആറാലിമൂട് യൂണിയൻ തൊഴിലാളിയായിരുന്നല്ലേ? ആദ്യം ആറാലിമുതൽ യൂണിയൻ തൊഴിലാളി ആയതിനു ശേഷമാണ് അണ്ണൻ ക്ഷേത്രം വയ്ക്കണമെന്ന് തുടങ്ങിയത്. ജോലിക്ക് ഇരിക്കുമ്പോ തന്നെ അണ്ണൻ തോന്നുമ്പോഴൊക്കെ മരുത്തുമലയിൽ തപസ്സിന് പോകുമായിരുന്നു. ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ മരുത്തുമലയായിട്ട് നിങ്ങൾ അന്വേഷിച്ചാൽ സത്യങ്ങളെല്ലാം തുറന്നു പറയും. എത്ര വർഷം കൊണ്ട് മരുത്തുമലയായിട്ട്? 35 കൊല്ലം കൊണ്ട് പോകും. 35 വർഷം കൊണ്ട് അണ്ണം പോകും. ഈ മണിയൻ ഗോപൻ സ്വാമി ആയതിന്റെ പിന്നിലെ കഥ എന്താണ്? ഞാൻ പറഞ്ഞുതരാം അതൊക്കെ എനിക്കറിയാം. അപ്പം പിന്നെ എന്റെ അമ്മയും അച്ഛനും എന്റെ അണ്ണന് പേരിട്ടത് മണിയൻ എന്നാണ്. യഥാർത്ഥത്തിൽ മണിയൻ എന്നാണ് പേര്. അപ്പൊ ഈ ഗോപസ്വാമി ആയത് എന്റെ അണ്ണ ആറാലുമുട്ടില് താമസിക്കാൻ പോയി. അപ്പൊ യൂണിയനിൽ ജോലി വേണം. അപ്പൊ ഒരാള് റിട്ടയർഡ് ചെയ്യാനുള്ള സമയമായി. അപ്പൊ അവര് പറഞ്ഞ് എനിക്ക് 2 മാസത്തെ സമയമുണ്ട്, എനിക്ക് ഇത്തിരി പൈസ തരണം, ഞാൻ പെട്ടെന്ന് മാറിത്തരാം. അത് എന്റെ പേര് നിങ്ങൾക്ക് ഇടണം. എന്റെ പേര് നിങ്ങൾക്ക് ഇട്ട് മണിയൻ എന്ന് ഇടല് ഗോപസ്വാമി എന്ന് ഇടണം. അയാളുടെ പേര് ഗോപൻ സ്വാമി. അതെ. ആ പേരാണ് എന്റെ അണ്ണൻ ഇട്ടത്. അപ്പൊ അന്ന് മുതല് ഈ മണിയൻ എന്നുള്ളത് മാറ്റിയിട്ട് ഗോപസ്വാമിയാണ്. അതിനുശേഷമാണ് ഗോപൻ സ്വാമി ഭക്തനായി മാറിയത്. അതിന് മുമ്പേ ഭക്തനായിരുന്നു. അതെ. അതിന് മുമ്പേ ഭക്തനായിരുന്നു. തൊഴിൽ കൊടുത്ത ആളുടെ പേരാണ് ഗോപൻ സ്വാമി. ഗോപന, വെറും ഗോപൻ. അണ്ണ അമ്പലമൊക്കെ വെച്ചപ്പോഴ് പൂജാരിയൊക്കെ അണ്ണനും കൂടി ആയിരുന്നല്ല. അപ്പോഴും സ്വാമി എന്നേ ആളുകൾ വിളിക്കൂ. പേര് പറഞ്ഞ് വിളിക്കൂല അണ്ണന. അതാണ് ഈ ഗോപൻ സ്വാമി ആയത്. അതാണ് സത്യം. അല്ലാതെ വേറെ ഒന്നല്ല. എനിക്ക് വിഷമമുണ്ട്, പ്രയാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്റെ അണ്ണന്റെ മക്കൾ അനുഭവിക്കുന്ന വേദന ഓർക്കുമ്പോഴാണ് എനിക്ക് താങ്ങാൻ പറ്റാത്ത. എന്റെ അണ്ണൻ മരണാവസ്ഥയിൽ പറഞ്ഞ കാര്യം, ഒരു മൊബൈലില്ലെങ്കിൽ എന്റെ മക്കളെ പിടിച്ചു വച്ചിരുന്നെങ്കിലും ഇന്ന് ഇത്രയും മക്കൾക്ക് കഷ്ടത വരില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. 100 വട്ടം അത്ര സത്യസന്ധതയിലും അധ്വാനിച്ച് ജീവിച്ച ഒരു ഗോപനാണ് എന്റെ അണ്ണൻ. എന്റെ അണ്ണൻ അതുപോലെ തന്നെ എന്റെ അണ്ണന്റെ മക്കള് ഒന്ന് വരെ ഒരു വഴക്കിനോ, നാട്ടുകാരുടെ അടുത്ത് ഒരു വഴക്കിനോ, ഒരു ചണ്ടയ്ക്കോ, ഒരു ലഹളയ്ക്കോ, ഇന്നൊരു പോലീസ് കേസ് പോലും എന്റെ അണ്ണന്റെ 2 മക്കളെ പേരിനില്ല. അതാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ച് സന്തോഷവതിയായി ഞാൻ പറയണത്. എന്നെ വിശ്വസിക്കാം.